ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട വിവരം പുറത്തു പറയാതിരിക്കാൻ നടി സ്റ്റോമി ഡാനിയൽസിന് പണം കൊടുത്തെന്ന കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്ന നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അപേക്ഷ കോടതി തള്ളി. പ്രസിഡന്റിനുള്ള പ്രത്യേക പരിരക്ഷയുടെ പരിധിയിൽ വരുന്ന കേസല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ന്യൂയോർക്ക് കോടതി ട്രംപിന്റെ അപേക്ഷ തള്ളിയത്. താനുമായി ശാരീരിക ബന്ധത്തിലേർപ്പെട്ട കാര്യം വെളിപ്പെടുത്താതിരിക്കാൻ ട്രംപ് 2016 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുൻപ് സ്റ്റോമി ഡാനിയൽസിന് വൻ തുക നൽകിയെന്നാണ് കേസ്. ഈ കേസിൽ മൻഹാട്ടൻ കോടതി ട്രംപിന്റെ പേരിൽ ക്രിമിനൽ കുറ്റം ചുമത്തിയിരുന്നു. പ്രസിഡന്റായിരിക്കെയുള്ള പ്രവൃത്തികളിൽ പ്രോസിക്യൂഷൻ പരിരക്ഷ ഉണ്ടെന്ന് കഴിഞ്ഞ ജൂലൈയിൽ US സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. ഈ വിധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ട്രംപ് ന്യൂയോർക്ക് കോടതിയിൽ അപ്പീൽ നൽകിയത്. പ്രസിഡന്റ് എന്ന നിലയിലല്ല, വ്യക്തി എന്ന നിലയിലുള്ള പ്രവൃത്തിയുടെ പേരിലാണ് കേസെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ജഡ്ജി ഹുവാൻ മർച്ചന്റ് ഈ വാദം അംഗീകരിച്ചു. ഇത് പ്രസിഡന്റിനുള്ള പ്രത്യേക പരിരക്ഷയുടെ പരിധിയിൽ വരില്ലെന്ന വാദവും കോടതി അംഗീകരിച്ചു. ഇതോടെ ജനുവരി 20 അധികാരമേൽക്കും മുൻപ് എല്ലാ ക്രിമിനൽ കേസുകളിൽ നിന്നും കുറ്റവിമുക്തനാകാനുള്ള ട്രംപിന്റെ നീക്കം പാളിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപാണ് സ്റ്റോമി ലൈംഗിക ബന്ധം പുറത്തു പറയരുതെന്ന് ആവശ്യപ്പെട്ടുള്ള ട്രംപിന്റെ കരാറിൽ ഒപ്പിട്ടത്. സ്റ്റോമി തന്റെ ജീവിതകഥ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിക്കുന്നതുവരെ, അതായത് 2006 ഇരുവരും തുടർന്നു പോന്ന അവിഹിത ബന്ധം പുറത്തു പറയരുതെന്ന കരാർ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. 2016 തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് ട്രംപിനെതിരെ ആരോപണം ഉന്നയിക്കാതിരുന്നതിനുള്ള പ്രതിഫലമായി നടിക്ക് ട്രംപിന്റെ മുൻ അഭിഭാഷകൻ പണം നൽകിയിരുന്നു. പണം കൊടുത്തതും മറച്ചുവെക്കാൻ ട്രംപിന്റെ ഭരണകാലത്ത് ബിസിനസ് രേഖകളിൽ കൃത്രിമം കാട്ടിയെന്ന കേസിൽ മൻഹാട്ടൻ കോടതി ജൂറി കഴിഞ്ഞ മെയ്യിലാണ് ട്രംപിനെ ശിക്ഷിച്ചത്. ട്രംപുമായുള്ള ബന്ധം വെളിപ്പെടുത്തിയിട്ടും ഒന്നും സംഭവിച്ചില്ലെന്ന് നടി സ്റ്റോമി ഡാനിയൽസ് വെളിപ്പെടുത്തിയിരുന്നു. തന്റെ തുറന്നുപറച്ചിലിൽ നിരാശ തോന്നുന്നുണ്ടെന്നും താരം കഴിഞ്ഞ വർഷം ഒരു ബ്രിട്ടീഷ് ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. ട്രംപിന്റെ അനുനായികൾ തന്നെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തിയിരുന്നെന്നും താരം പറഞ്ഞു. തന്റെ പെൺകുഞ്ഞുമായി ഫിറ്റ്നസ് ക്ലാസ്സിൽ പോയിരുന്നു. അവിടെ വെച്ചാണ് അജ്ഞാതനായ ഒരാൾ തന്നെ ഭീഷണിപ്പെടുത്തിയത്. തന്റെ അടുത്തേക്ക് നടന്നു വന്ന അയാൾ ട്രംപിനെ വിട്ടേക്കണമെന്നും അടുത്തിരുന്ന മകളെ ഒന്ന് നോക്കിയതിനു ശേഷം തന്നെ ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്ന് സ്റ്റോമി പറഞ്ഞു. ഞാൻ പരാജിതയായിരുന്നില്ല, സത്യമാണ് പറഞ്ഞത്. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. ബ്രിട്ടീഷ് ടെലിവിഷൻ ചാനലിനോട് നടി പറഞ്ഞത് ഇങ്ങനെയാണ്: ആളുകൾക്ക് സത്യമറിയാനോ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാനോ അല്ല താല്പര്യം. ട്രംപിന്റെ അനുനായികൾ തന്നെയും കുടുംബത്തെയും കൂട്ടുകാരെയും ഭീഷണിപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്തെന്നും സ്റ്റോമി കൂട്ടിച്ചേർത്തു.